നോർവേയിലെ ബെർഗൻ എന്ന സുന്ദര നഗരത്തിൽ ഉൾക്കടലിന്റെ തീരത്തു നിൽക്കുകയാണ് ഞാൻ. നേരം സന്ധ്യയാവുന്നു. എങ്കിലും ഇരുട്ടു പരന്നു തുടങ്ങിയിട്ടില്ല. ബെർഗൻ ഹാവൻ എന്നറിയപ്പെടുന്ന ഉൾക്കടലിന്റെ തീരത്തെ പുരാനഗരത്തിന്റെ കാഴ്ചകൾ കണ്ട ശേഷമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 3 മണിക്കൂറെങ്കിലുമായി ഈ പട്ടണത്തിന്റെ വഴികളിലൂടെ നടത്തം തുടങ്ങിയിട്ട്. ആകർഷകമായ കാഴ്ചകൾ ഒരുക്കുന്ന ബെർഗൻ. നല്ല തണുപ്പുണ്ട്. സുന്ദരമായ പ്രകൃതി. തെരുവിലെങ്ങും പൊങ്ങിപ്പറക്കുന്ന കാപ്പിയുടെ ഉന്മേഷദായകമായ സുഗന്ധം. അതിഗംഭീരമായൊരു സായന്തനമാണ് ബെർഗൻ എനിക്ക് സമ്മാനിക്കുന്നത്. ഒരു മ്യൂസിയത്തിനടുത്തേക്കാണ് എത്തിയിരിക്കുന്നത്. പട്ടണത്തിന്റെ പുരാതന ഭാഗമാണിത്. ഇനിയും ഈ പട്ടണത്തിലൂടെ ഏറെ നടക്കാനുണ്ട്. മ്യൂസിയത്തിനു മുന്നിൽ നിന്നും ബിയർ ഗാർഡനുകൾക്കരികിലൂടെ വീണ്ടും നടക്കുകയാണ്. ഭക്ഷണവും ബിയറും ലഭിക്കുന്ന ഓപ്പൺ എയർ റെസ്റ്റോറൻ്റാണ്. വലിയ തിരക്കില്ല ഇവിടെയൊന്നും. ഇന്നൊരു ഞായറാഴ്ചയാണ്. ഞായറാഴ്ചകളിലെ സായന്തനങ്ങളിൽ തെരുവുകൾ കുറച്ചുകൂടി സജീവമാകേണ്ടതാണ്. തണുപ്പ് കൂടുതലുള്ളതുകൊണ്ടാവാം ഇന്നിവിടെ ആൾത്തിരക്ക് കാണാത്തത്. ആളുകളെല്ലാം വീട്ടിലും റെസ്റ്റോറൻറ്റുകൾക്കകത്തും ഒതുങ്ങിക്കൂടുകയാവും. കോങ് ഓസ്കാർ സ്ട്രീറ്റാണ് ഇത്. നോർവേയെ കൂടി തൻ്റെ അധീനതയിലാക്കി ഭരിച്ചിരുന്ന സ്വീഡിഷ് രാജാവ് ഓസ്കാർ ഒന്നാമൻ്റെ നാമത്തിലുള്ള തെരുവ്. ഇംഗ്ലീഷിലെ കിങ് ആണ് നോർവീജിയൻ ഭാഷയിൽ കോങ് ആവുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാഴ്ച തേടിയല്ല ഞാൻ ഇതുവഴിയൊക്കെ നടക്കുന്നത്. ബെർഗൻ പട്ടണത്തിന്റെ ഉൾത്തെരുവുകൾ ഒന്ന് കാണണം. ഇവിടെ ഹോട്ട് ഡോഗും മറ്റും വിൽക്കുന്ന ചെറിയ കടകളുണ്ട്. കബാബ് ലഭിക്കുന്ന കേന്ദ്രങ്ങൾ. ഇവിടെ നിന്നൊക്കെയാണ് ബാക്ക് പാക്കേഴ്സ് യാത്രികർ ചെറിയ ചെലവിൽ ഭക്ഷണം വാങ്ങുക. അത്തരത്തിലുള്ള ലഘുഭക്ഷണശാലകൾ കോങ് ഓസ്കാർ സ്ട്രീറ്റിന്റെ ഇരുവശത്തുമായി ധാരാളമുണ്ട്. ഞാൻ നടത്തം തുടരുകയാണ്. ഒരു പള്ളിയുടെ മുന്നിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കോർസ്ക്രിക്കൻ എന്ന ദേവാലയം. ചെറിയൊരു ഉദ്യാനത്തിന് നടുവിലാണത്. പള്ളിവാതിലുകൾ അടഞ്ഞുകിടക്കുന്നു. 1150 നിർമ്മിച്ച ദേവാലയമാണത്. പള്ളിയുടെ അടുത്തുനിന്നും നടത്തം തുടരുമ്പോൾ കൂർത്ത മേൽക്കൂരയുമായി നിരനിരയായി നിൽക്കുന്ന മരക്കെട്ടിടങ്ങളാണ് കാഴ്ച. 3 നിലയുള്ള കെട്ടിടങ്ങൾ. താഴത്തെ നില കച്ചവട സ്ഥാപനങ്ങളാണ്. മുകൾ നിലകളിൽ ആളുകൾ വസിക്കുന്നു. സായന്തനത്തിൽ രസകരമായൊരു നടത്തമാണിത്. അനേകം ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നഗരത്തിലൂടെ തനിച്ചുള്ള ഈ നടത്തം അവിസ്മരണീയമാകാതിരിക്കുന്നത് എങ്ങനെ? ഉൾത്തെരുവുകളിൽ പലയിടത്തും കാണാം ഇങ്ങനെയുള്ള ചെറു റെസ്റ്റോറൻറ്റുകൾ. കല്ലുപാകിയ വഴികൾ. പണ്ട് കുതിരവണ്ടികൾ പാഞ്ഞുപോയിരുന്ന വീഥികൾ. ആവർത്തിച്ചു പറയുകയാണ്, ഇവിടെയെല്ലാം എന്നെ ഏറ്റവും ആകർഷിക്കുന്നത് തെരുവുകളുടെ വൃത്തിയാണ്. തെരുവിൻ്റെ ഒരതിരിലെ കുന്നും വനവും കാണുക. അത് ഇടിച്ചു നിരത്തി കെട്ടിടം പണിയാതെ വനമായി തന്നെ അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. കുന്നിൻ്റെ താഴ്വാരത്ത് കല്ലുകൾ ചെറുതായി മുറിച്ചു വിരിച്ച പാതകളും സ്ക്വയറുകളും. എന്തൊരു ഭംഗിയാണ് ഈ പട്ടണത്തിന്. വാക്സാൾ മെനിങ്ങൻ എന്നാണ് ഈ ചത്തുരത്തിന് പേര്. അവിടെ നിന്നും നടന്ന് ഫിഷ് മാർക്കറ്റ് ഏരിയയിലേക്ക് എത്തിയിരിക്കുന്നു. ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്റർ ബിൽഡിംഗ് ആണ് അക്കാണുന്നത്. ഇതെല്ലാം ഹെറിറ്റേജ് സ്ട്രീറ്റുകൾ തന്നെയാണ്. അത്തരം തെരുവുകളാണ് കല്ല് വിരിച്ച് സുന്ദരമാക്കിയിടുന്നത്. ഇതാണ് ഇൻഫർമേഷൻ സെന്റർ ബിൽഡിംഗ്. അതിൽ നിന്നാണ് ഞാൻ ബെർഗനിലെ കാഴ്ചകൾ സംബന്ധിച്ച വിവരം ശേഖരിച്ചത്. ഇൻഫർമേഷൻ ബിൽഡിംഗിന്റെ താഴത്തെ നിലയിലെ റെസ്റ്റോറൻറ്റിലേക്ക് വൈകുന്നേരം പോകാമെന്ന് ഉച്ചയ്ക്ക് തന്നെ തീരുമാനിച്ചതായിരുന്നു. ബെർഗനിലെ പ്രശസ്തമായ ഫിഷ് മാർക്കറ്റ് റെസ്റ്റോറൻ്റാണിത്. അതിവിശാലമായ ഒരു ഹാളിൽ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന റെസ്റ്റോറൻറ്റ്. ഫിഷ് മാർക്കറ്റും അതേസമയം റെസ്റ്റോറൻറ്റുമാണ് ഇതെന്നതാണ് പ്രത്യേകത. വലിയ ചില്ലുകൂടുകളിൽ കടൽ വിഭവങ്ങൾ ഇങ്ങനെ നിരത്തി വച്ചിരിക്കുന്നു. മത്സ്യം മാത്രമല്ല, ഞണ്ട്, കൊഞ്ച് തുടങ്ങി എല്ലാമുണ്ട്. ജീവനുള്ളവയും ധാരാളം. ഇതിൽ നിന്നും നാം ചൂണ്ടിക്കാണിക്കുന്ന മത്സ്യം ജീവനക്കാർ പാകം ചെയ്തു തരും. രുചിയേറിയ സാൽമൺ മത്സ്യങ്ങൾ വരെയുണ്ട്. നോർവേയിലെ സാൽമൺ മത്സ്യം വളരെ പ്രശസ്തമാണ്. മസാലക്കൂട്ടിൽ മുക്കി പൊരിച്ചെടുക്കുന്ന രീതിയല്ല ഇവിടുത്തേത്. സാൽമൺ മത്സ്യമാണെങ്കിൽ ഒന്ന് ചൂടാക്കുക പോലുമില്ല.
പുകകേറ്റി വാട്ടിയെടുത്തും അത് തീന്മേശയിലെത്തും. ഇതിലേതെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ശേഷം റെസ്റ്റോറൻറ്റിലെ ഇരിപ്പിടങ്ങളിലൊന്നിൽ പോയിരിക്കാം. അര ഗ്ലാസ് ബിയർ നുണയുമ്പോഴേക്കും വിഭവം റെഡിയായി മേശപ്പുറത്തെത്തും. സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്നിറങ്ങി ബെർഗന്റെ മനോഹരമായ തെരുവുകളിലൂടെ നടത്തം തുടരുകയാണ്. നമ്മുടെ കേരളത്തിലെ തെരുവുകൾ ഇങ്ങനെ സുന്ദരവും വൃത്തിയുള്ളതുമാവാൻ എത്ര പതിറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് ചിന്തിച്ചാണ് നടത്തം. ടോർഗാൾ മെനിങ്ങൻ എന്ന സ്ക്വയറിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ബെർഗൻ പട്ടണത്തിന്റെ മെയിൻ സ്ക്വയറാണിത്. ചതുരമധ്യത്തിൽ വലിയൊരു മോണിമെന്റ്, സെയിലേഴ്സ് മോണിമെന്റ് എന്ന് ഇതറിയപ്പെടുന്നു. വൈക്കിംഗ് കാലഘട്ടം മുതലുള്ള നോർവേയുടെ സമുദ്ര നേട്ടങ്ങളുടെ സ്മാരകമാണിത്. 1950 ഇതിവിടെ സ്ഥാപിച്ചത്. വിശാലവും സുന്ദരവുമായൊരു സ്ക്വയറാണ് ടോർഗാൾ മെനിങ്ങൻ. വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കാതെ ആളുകൾക്ക് സ്വതന്ത്രമായി നടക്കാനും ബെഞ്ചുകളിൽ വിശ്രമിക്കാനുമൊക്കെ സൗകര്യമൊരുക്കിയിരിക്കുകയാണ് ഇവിടെ. ഗ്രാനൈറ്റ് പാകി വെടിപ്പാക്കിയ സ്ക്വയർ, അതിനു ചുറ്റും പുതിയ കാലത്തിന്റെ രൂപഭാവങ്ങളുള്ള കെട്ടിടങ്ങൾ. ബെർഗൻ നഗരത്തിന്റെ കേന്ദ്രഭാഗമാണിതെന്ന് പറയാം. സ്ക്വയറിലൂടെ ചുറ്റി നടക്കുമ്പോൾ നേരം ഇരുട്ടി വരുന്നത് എനിക്ക് കാണാം. കെട്ടിടങ്ങളിൽ വിളക്കുകൾ തെളിഞ്ഞു തുടങ്ങി. ആകാശത്തിന്റെ നിറം മാറുകയാണ്. നല്ല തണുപ്പ്. താപനില 8 ഡിഗ്രി സെൽഷ്യസിലും താഴെയാണ്. എങ്കിലും ഉല്ലാസഭരിതമാണ് ടോർഗാൾ മെനിങ്ങനിലെ കാഴ്ചകളെല്ലാം. സ്ക്വയറിന്റെ ഒരറ്റത്തു നിന്നും തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങകലെ മലനിരകളിലേക്ക് കയറിപ്പോകുന്ന പട്ടണത്തെ കാണാം. പിന്നിൽ വൃക്ഷനിബിഡമായ മല, അതിനു ചെരുവിൽ മനോഹരമായ വീടുകൾ. താഴ്വാരത്ത് ടോർഗാൾ ചത്വരം, അതിൽ സെയിലേഴ്സ് മോണിമെന്റ്. ആ കുന്നിൻ ചെരുവിൽ നിന്നും സ്ക്വയറിന്റെ ഇങ്ങേയറ്റം വരെ ഞാൻ നടന്നെത്തിയിരിക്കുന്നു. നെദ്രയോലെ ബുൾസ് പാസ് എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. തെരുവിന്റെ അങ്ങേയറ്റത്ത് കൂർത്ത ഗോപുരത്തോടുകൂടിയ ചുവന്ന ഒരു കെട്ടിടം കാണാം. സെന്റ് ജോൺസ് ചർച്ചാണത്. നെദ്രയോലെ ബുൾസ് പാസിലൂടെ നടത്തം തുടർന്നു. പൂച്ചെടികളും മരങ്ങളും കൊണ്ട് അലങ്കൃതമായ ഒരു ഭാഗം. അതിലൂടെ ഒരു പാർക്കിലേക്കെത്തുന്നു. ബൈ പാർക്കൻ എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. സിറ്റി പാർക്ക് എന്ന് ഇംഗ്ലീഷ് ഭാഷാന്തരം. നഗരമധ്യത്തിൽ തന്നെയാണ് ഇത്തരം വിശാല ഉദ്യാനങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നതെന്ന് ഓർക്കണം. ബെർഗൻ നഗരത്തിലെ ആദ്യ പബ്ലിക് പാർക്കാണ് സിറ്റി പാർക്ക്. 1865 ഇതിന്റെ നിർമ്മാണം. 1888 സ്ഥാപിതമായ മ്യൂസിക് പൗലിനാണ് ഇത്. ബെർഗനിലെ വ്യാപാര പ്രമുഖനായിരുന്ന FG ഗേർഡ് നഗരത്തിന് സംഭാവന ചെയ്തതാണ് കാസ്റ്റ് അയണിൽ തീർത്ത ഈ പൗലിയൻ. ഈ ഉദ്യാനത്തിന്റെ നിർമ്മാണത്തിന് ബെർഗനിൽ അടിക്കടിയുണ്ടായ അഗ്നിബാധയുമായി ബന്ധമുണ്ട്. 180 വീടുകൾ കത്തിയമർന്ന 1855 തീപിടുത്തത്തെ തുടർന്നാണ് നഗരമധ്യത്തിൽ വലിയൊരു ഉദ്യാനം നിർമ്മിക്കാനും അവിടെ നിന്നും തുടങ്ങുന്ന തെരുവുകളിൽ വീടുകൾ ചെറിയ ബ്ലോക്കുകളായി നിലനിർത്താനും തീരുമാനിച്ചത്. അഗ്നിബാധയുണ്ടായാൽ ഒരു സുരക്ഷിത കേന്ദ്രമായി പാർക്കിനെ ഉപയോഗിക്കാമെന്നായിരുന്നു നിർദ്ദേശം. അക്കാണുന്നതാണ് ബെർഗനിലെ ആദ്യകാല ടെലിഗ്രാഫ് ഓഫീസ്. ഇപ്പോൾ ടെലിഗ്രാഫ് മാൾ എന്നറിയപ്പെടുന്ന ആ കെട്ടിടം 1927 നിർമ്മിച്ചതാണ്. ഉദ്യാനം കടന്ന് ഫെസ്റ്റ് പ്ലാസൻ എന്ന സ്ക്വയറിലേക്കാണ് എത്തുന്നത്. ബെർഗനിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾക്കെല്ലാം വേദിയാകാറുള്ള ചത്വരമാണിത്. വലിയ ഗ്രാനൈറ്റ് പാളികൾ പതിച്ച് സുന്ദരമാക്കിയ സ്ക്വയർ. അതിന്റെ ഒരതിരിൽ വലിയൊരു പൊയ്കയാണ്. ജലപക്ഷികൾ നീന്തുന്ന ഒരറ്റത്ത് ചെറിയൊരു ഫൗണ്ടനോടുകൂടിയ ജലാശയം. അതിനു ചുറ്റുമായാണ് ബെർഗൻ നഗരമെന്ന് പറയാം. ലിലെ ലുൻഗെ ഗാഡ്സ് വാലറ്റ് എന്നാണ് ഈ തടാകത്തിന്റെ വിശേഷണം. തെളിജലം നിറഞ്ഞുകിടക്കുന്ന ഒരു പൊയ്ക. ഇത് ഉപ്പുവെള്ളമല്ല. ബെർഗന്റെ മലകളിൽ നിന്നും ഒഴുകിവരുന്ന ജലം നിറയുന്ന തടാകം. അതിന്റെ തീരമാകട്ടെ പുൽത്തകിടിയും മരങ്ങളും വെച്ചുപിടിപ്പിച്ച് സുന്ദരമാക്കിയിരിക്കുന്നു.
തടാകത്തിൽ ഭയലേശമന്യേ നീന്തുന്ന ജലപക്ഷികൾ. ഇതിന്റെ സമീപ പ്രദേശങ്ങളിൽ യൂണിവേഴ്സിറ്റിയും മറ്റ് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും ലൈബ്രറികളും മ്യൂസിയങ്ങളുമെല്ലാമുണ്ട്. ഒരു സാംസ്കാരിക നഗരത്തിന്റെ ആംബിയൻസ് ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് പൊയ്കയുടെ തീരത്തുകൂടി ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. വീണ്ടും പഴയ നഗരഭാഗത്തേക്ക് നടന്നെത്തിയിരിക്കുന്നു. താമസകേന്ദ്രം അന്വേഷിച്ച് നടക്കുന്ന 2 ബാക്ക് പാക്കേഴ്സ്. ചെറുകുന്നിറങ്ങി വരുന്ന ഒരു ട്രാം. അതിൽ നല്ല ജനത്തിരക്കുണ്ട്. നാട്ടുകാർ തന്നെയാണ്. ട്രാമിന്റെ രൂപവും വെളിച്ചവിന്യാസവുമെല്ലാം പട്ടണത്തിന് മറ്റൊരു ഭാവമാണ് പകരുന്നത്. വീഥികളിലൂടെ ശാന്തമായി ട്രാം അങ്ങനെ ഒഴുകി നീങ്ങുകയാണെന്ന് തോന്നും. ഇപ്പോൾ ഞാൻ മാർക്കൻ തെരുവിലേക്ക് എത്തിയിരിക്കുന്നു. ഈ തെരുവിലാണ് ഞാൻ മുറിയെടുത്തിരിക്കുന്ന ഹോട്ടൽ. ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നും അല്പം ഭക്ഷണം വാങ്ങി ഹോട്ടലിലേക്ക് നടക്കുകയാണ്. പുറമേ നിന്നും ഭക്ഷണം വാങ്ങി ഹോട്ടൽ മുറിയിൽ ചെന്നിരുന്ന് കഴിക്കുന്നത് കൊണ്ട് ഒരു നേട്ടമുണ്ട്. റെസ്റ്റോറൻറ്റിലിരുന്ന് നേരം കളയേണ്ടതില്ല. മുറിയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനൊപ്പം നാളത്തെ യാത്രാ പരിപാടി തയ്യാറാക്കുകയുമാവാം. ഏത് റൂട്ടിൽ പോകണമെന്നും ഏതെല്ലാം സ്ഥലങ്ങളാണ് സന്ദർശിക്കേണ്ടതെന്നുമുള്ള തീരുമാനമെടുക്കുന്നത് രാത്രിയിൽ മുറിയിലിരുന്നാണ്. പാതയിൽ വിരിച്ച കല്ലിന്റെ മനോഹാരിതയിലൂടെ ഞാൻ അലസഗമനം നടത്തുകയാണെന്ന് തന്നെ പറയാം. കാരണം ഇന്ന് ആവശ്യത്തിനുള്ള ദൃശ്യങ്ങൾ ഞാൻ ക്യാമറയിലാക്കി കഴിഞ്ഞു. രാവിലെ ഓസ്ലോയിൽ നിന്നും ആരംഭിച്ച ദീർഘമായ ഒരു ട്രെയിൻ യാത്രയ്ക്ക് ശേഷമാണ് ബെർഗനിലെത്തിയത്. ഇന്ന് സംതൃപ്തിയുള്ളൊരു ദിവസമാണ്. ആവശ്യത്തിന് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതിന്റെ ആ സംതൃപ്തിയോടെ ഹോട്ടലിലേക്ക് എത്തിയിരിക്കുന്നു. 414 നമ്പർ മുറിയാണ് എന്റേത്. ബാക്ക് പാക്കേഴ്സ് ഉൾപ്പെടെയുള്ളവർ ചുരുങ്ങിയ ചിലവിൽ താമസിക്കാനെത്തുന്ന ഹോട്ടലാണ്. ഡോർമിറ്ററികൾ വരെ ഇവിടെയുണ്ട്. അതിനെല്ലാം കോമൺ ടോയ്ലറ്റ് സംവിധാനങ്ങളാണ്. എന്നാൽ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഞാനെടുത്ത തരം മുറികളും ഇവിടെയുണ്ട്. സ്ത്രീകൾക്ക് മാത്രമുള്ള ഡോർമിറ്ററികൾ, താരതമ്യേന സൗകര്യം കുറഞ്ഞ സിംഗിൾ റൂമുകൾ എന്നിവയെല്ലാമുള്ള ഹോട്ടലാണ്. നല്ലൊരു മുറിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ജാലകത്തിലൂടെ താഴേക്ക് നോക്കുമ്പോൾ ബെർഗൻ പട്ടണം തന്നെ ഉറക്കത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് തോന്നി. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. പിറ്റേന്ന് രാവിലെ ഉണർന്ന് പതിവ് പോലെ നേരത്തെ തന്നെ ക്യാമറയുമായി തെരുവിലേക്കിറങ്ങി. ഹോട്ടലിന്റെ പിൻവശത്തുള്ള തെരുവാണിത്. തിങ്കളാഴ്ചയുടെ പ്രഭാതമാണ്. ബെർഗൻ പട്ടണം ഉണർന്നു വരുന്നതേയുള്ളൂ. ജോലിസ്ഥലത്തേക്കെന്ന വണ്ണം തിരക്കിട്ടു നീങ്ങുന്ന ഏതാനും ആളുകൾ. ആൾത്തിരക്ക് കുറഞ്ഞ സിറ്റി ബസ്സുകൾ. തെരുവിന്റെ കാഴ്ചകളിലൂടെ നടന്നെത്തിയത് ഒരു പള്ളിയുടെ മുന്നിലേക്കാണ്. ഡോം കിർക്കൻ എന്നാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത്. ബെർഗൻ കത്തീഡ്രൽ എന്ന് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്ന പള്ളി. 1181 മുതലുള്ള ചരിത്രമുണ്ട് ഇതിന്. പള്ളിയുടെ മുന്നിലൂടെയാണ് തെരുവ് നീണ്ടുപോകുന്നത്. 1880 പുനർനിർമ്മിച്ച ദേവാലയമാണ് ഇന്നിവിടെ കാണുന്നത്. 12-ാം നൂറ്റാണ്ട് മുതലുള്ള കാലത്ത് 6 തവണ അഗ്നിബാധയിൽ നശിച്ചിട്ടുണ്ട് ഇത്. ആദ്യകാലം മുതൽ ദേവാലയം മരം കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. ഓരോ തവണയും അഗ്നിക്കിരയാവുമ്പോൾ വീണ്ടും മരം കൊണ്ട് തന്നെയായിരുന്നു പുനർനിർമ്മാണം. 1880 ക്രിസ്ത്യൻ ക്രിസ്റ്റി എന്ന ആർക്കിടെക്റ്റാണ് റൊക്കോക്കോ ശൈലിയിൽ കല്ലുകൊണ്ട് ഇന്ന് കാണുന്ന വിധം ദേവാലയം നിർമ്മിച്ചത്. അകത്ത് പ്രവേശിക്കാൻ ഒരു വാതിൽ പോലും തുറന്നു കിടപ്പില്ല. പള്ളിയുടെ അകം ചിത്രീകരിക്കാനായില്ല. 1000 പേരെ ഉൾക്കൊള്ളാനാവുന്ന ദേവാലയമാണിത്. ബെർഗൻ ഡോം കിർക്കെ പാരിഷിന്റെ ആസ്ഥാന ദേവാലയം. പള്ളിയുടെ പിന്നിൽ ഒരു വനമാണെന്ന് തോന്നും. ബെർഗൻ നഗരത്തിന്റെ മധ്യത്തിലാണ് കത്തീഡ്രൽ. അതിന്റെ മുറ്റമാകട്ടെ അതിമനോഹരമായ ഒരു ഉദ്യാനമാണ്. ചുവന്ന പൂങ്കുലയുമായി പനിനീർ ചെടികൾ. പൊതുസ്ഥലത്താണ് ഈ പൂക്കൾ ഇങ്ങനെ വിടർന്നു നിൽക്കുന്നതെന്നറിയണം. വഴിയെ നടന്നു പോകുന്ന ഒരാൾ പോലും ഇതിൽ നിന്നൊരു പൂ നുള്ളുന്നില്ല.
അത് പൗരബോധത്തിന്റെ പ്രതിഫലനം. ഏതാനും ടൂറിസ്റ്റുകൾ ദേവാലയത്തെ ക്യാമറയിൽ പകർത്താൻ നടക്കുന്നു. കുഞ്ഞിനെ പ്രാമിൽ തള്ളിക്കൊണ്ടു പോകുന്ന നാട്ടുകാരി. ജനസംഖ്യ കുറഞ്ഞ പട്ടണമാണ് ബെർഗൻ. ഒരുപക്ഷെ അതുതന്നെയാവാം തെരുവിൽ കാണുന്ന ഈ വൃത്തിക്കും ഭംഗിക്കും നിദാനം. ഇന്നലെ സന്ധ്യയ്ക്ക് നടന്ന തെരുവുകളിലൂടെ ഞാനിപ്പോൾ കോങ് ഓസ്കാർ സ്ട്രീറ്റിലേക്ക് എത്തിയിരിക്കുന്നു. ഇടതുവശത്ത് ഇക്കാണുന്നത് ഇന്നലെ ഞാൻ ക്യാമറയിലാക്കിയ കോർസ് ക്രിക്കൻ എന്ന ദേവാലയമാണ്. ഇന്ന് രാവിലെ തന്നെ ഒരു ഫണിക്കുലർ ട്രാം യാത്രയാണ് ഞാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. മൗണ്ട് ഫ്ലോയൻ എന്നൊരു മലയുണ്ട് ബെർഗനിൽ. അതിൻ്റെ മുകളിലേക്കാണ് ഫണിക്കുലർ യാത്ര. ബെർഗനിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഫ്ലോയി ബാനൻ എന്നറിയപ്പെടുന്ന ഫണിക്കുലർ യാത്ര. ഫണിക്കുലർ സ്റ്റേഷനാണ് അക്കാണുന്നത്. ഞാൻ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടക്കുകയാണ്. മൗണ്ട് ഫ്ലോയനാണ് ഫണിക്കുലർ സ്റ്റേഷനു പിന്നിൽ ഉയർന്നു നിൽക്കുന്നത്. 399 മീറ്റർ ഉയരമുള്ള മലയാണത്. ട്രാം സ്റ്റേഷനിലേക്കുള്ള വഴിയെ നടക്കുമ്പോൾ സൈക്കിളുകളിൽ വന്ന ബാക്ക് പാക്കേഴ്സ് സൈക്കിൾ കമ്പിവേലികളിൽ പൂട്ടിവെക്കുന്നത് കാണാം. എവിടെയുമുണ്ട് സൈക്കിളുകൾ. സൈക്കിളിലുള്ള ദീർഘയാത്ര യൂറോപ്യന്മാർക്ക് ഹരമാണ്. ബാക്ക് പാക്കേഴ്സിനെ പിന്നിട്ട് ഫ്ലോയി ബാനൻ സ്റ്റേഷന് മുന്നിലേക്കെത്തിയിരിക്കുന്നു. രാവിലെ തന്നെ അവിടെ സഞ്ചാരികൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്നും ടിക്കറ്റ് എടുക്കണം. 85 ക്രോണയാണ് ടിക്കറ്റ് നിരക്ക്. നമ്മുടെ 700 രൂപയ്ക്ക് തുല്യമാണത്. ഹോട്ടലിൽ നിന്നിറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തെരുവിലൂടെ ചുറ്റി നടന്ന് ഇവിടെ എത്തിയപ്പോഴേക്കും നേരം 10 മണിയായിരിക്കുന്നു. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് ഒരു ടണലിലൂടെ വേണം ഫണിക്കുലർ ട്രാമിനടുത്തേക്കെത്താൻ. ഒരു ഗുഹയ്ക്കകത്താണ് സ്റ്റേഷൻ എന്ന് പറയാം. ഇലക്ട്രോണിക് ടിക്കറ്റ് ഉപയോഗിച്ച് ഗേറ്റ് തുറന്ന് ഞാൻ ട്രാമിനടുത്തെത്തി. എനിക്ക് സൗകര്യപ്രദമായ നല്ല സീറ്റുകളൊക്കെ ആദ്യം കയറിയവർ കൈയടക്കിയിരിക്കുന്നു. പകൽ മുഴുവൻ ഈ ട്രാം മലമുകളിലേക്കും താഴ്വാരത്തേക്കും നീങ്ങിക്കൊണ്ടിരിക്കും. കാത്തിരിക്കെ ഒരു സ്ത്രീ കയറി വന്നു. ഇവരാണ് ട്രാമിന്റെ ഡ്രൈവർ. ട്രാം നീങ്ങിത്തുടങ്ങി. ഗുരുത്വാകർഷണ ബലമാണ് ഈ ട്രാം സംവിധാനത്തിന്റെ അടിസ്ഥാനമെന്ന് പറയാം. സീറ്റുകളുള്ള ഒരു വലിയ ക്യാബിൻ. പാളങ്ങളുടെ നടുവിലൂടെ നീണ്ടുകിടക്കുന്ന ഉരുക്കുവടമാണ് ഇതിനെ വലിച്ച് മലമുകളിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ വടത്തിന്റെ മറുതലയ്ക്കൽ മറ്റൊരു ക്യാബിനുണ്ട്. അത് താഴേക്ക് പോകുമ്പോഴാണ് ഞാൻ കയറിയിരിക്കുന്ന ക്യാബിൻ മുകളിലേക്ക് നീങ്ങുന്നത്. ട്രാമിനെ നിയന്ത്രിക്കുന്ന മോട്ടോറിന് അധികം ശക്തി ചെലുത്തേണ്ടി വരുന്നില്ല എന്നതാണ് ഒരു സവിശേഷത. താഴേക്ക് വരുന്ന ക്യാബിൻ്റെ ഭാരം കൊണ്ടുകൂടിയാണ് ഈ ക്യാബിൻ മുകളിലേക്ക് പോകുന്നത്. സ്റ്റേഷനിൽ നിന്ന് തുടങ്ങി കുറേ ദൂരം ടണലിലൂടെയാണ് ട്രാം യാത്ര. ഇങ്ങനെ പോയി മലയുടെ ഒത്ത മധ്യത്തിലെത്തുമ്പോൾ താഴേക്ക് വരുന്ന ക്യാബിനെ മറികടക്കേണ്ടതുണ്ട്. അവിടെ മാത്രം ഇരട്ട ലൈൻ പാളമുണ്ടാവും. ഉരുക്കുവടം പുള്ളികളിൽ ഉരഞ്ഞ് നീങ്ങുന്നു. ക്യാമറയുമായി ഞാൻ നിൽക്കുന്ന സ്ഥലം ചിത്രീകരണത്തിന് അത്ര യോജിച്ചതല്ല. പക്ഷേ തിരികെ ഇറങ്ങുമ്പോൾ നല്ല ഷോട്ടുകൾ കിട്ടുമെന്ന് എനിക്കുറപ്പുണ്ട്. ട്രാം മൗണ്ട് ഫ്ലോയൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. നഗരമധ്യത്തിൽ വനം പടർന്നു വളരുന്ന മലയുടെ കാഴ്ചയിൽ തെല്ലൊരു കൗതുകത്തോടെ സഞ്ചാരികളിരിക്കുന്നു. മൗണ്ട് ഫ്ലോയന്റെ മുകളിൽ നിന്നാൽ ബെർഗൻ നഗരത്തിന്റെ അതിവിശാലമായൊരു ആകാശക്കാഴ്ച ലഭിക്കും. ഇവിടെ വെച്ച് ട്രാം പാളം രണ്ടാവുന്നത് കാണാം. ഞാനിരിക്കുന്ന ട്രാം വലത്തെ പാളത്തിലേക്ക് തിരിയുമ്പോൾ ഇടതുവശത്തെ പാളത്തിലൂടെ താഴേക്ക് ഇറങ്ങി വരുന്ന ക്യാബിൻ. അതിലുമുണ്ട് ധാരാളം ടൂറിസ്റ്റുകൾ. രാവിലെ തന്നെ മലമുകളിലേക്ക് പോയ ടൂറിസ്റ്റുകൾ മടക്കയാത്ര തുടങ്ങിയിരിക്കുന്നു എന്ന് സാരം. വീണ്ടും സിംഗിൾ ട്രാക്കിലൂടെയായി യാത്ര. പലയിടത്തും വെച്ച് ടണലുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. മലയുടെ മധ്യത്തിൽ ട്രാമിന് ഒരു സ്റ്റോപ്പുണ്ട്. അവിടെ വേണമെങ്കിൽ ഇറങ്ങാം. ആ സ്റ്റേഷനിൽ വേഗത ഒന്ന് കുറച്ചാണ് ട്രാം വീണ്ടും കയറിപ്പോകുന്നത്. താഴെ നഗരം കണ്ടു തുടങ്ങുകയായി. ഉൾക്കടൽ തീരം മുതൽ മലഞ്ചെരിവ് വരെ പരന്നുകിടക്കുന്ന ബെർഗൻ നഗരം. അത്ര ചെറിയ നഗരമൊന്നുമല്ല ബെർഗൻ.
ഈ മലമുകളിൽ നിന്നുള്ള ആകാശവീക്ഷണത്തിൽ അത് വ്യക്തമാകും. ഫണിക്കുലർ ട്രാമിന്റെ പാളം നേരെ മുകളിലേക്ക് പോവുകയല്ല, വളവും തിരിവുമെല്ലാമുണ്ട്. ആ വളവുകളിലെല്ലാം വടത്തെ നിയന്ത്രിച്ചു നിർത്തുന്നത് അവിടെ സ്ഥാപിച്ചിരിക്കുന്ന പുള്ളികളാണ്. 2 വടങ്ങളിൽ ഒന്ന് മുകളിലേക്കുള്ള ക്യാബിൻ്റേതും മറ്റൊന്ന് താഴേക്കിറങ്ങിയതിൻ്റേതുമാണ്. പാളം മുകളിലേക്ക് അങ്ങനെ നീണ്ടുകിടക്കുന്നു. അതിലൂടെ നീങ്ങുന്ന ട്രാം മലമുകളിലെത്തുന്നതും കാത്ത് ഞാനിരുന്നു.